Seven Bells. ഒരു കാട്ടിൽ ഒരു അമ്മമാൻ തന്റെ 7 കുഞ്ഞുങ്ങൾക്കൊപ്പം താമസിച്ചിരുന്നു. അവളുടെ വീട് വളരെ വലുതും മനോഹരവുമായിരുന്നു. ഒരു ദിവസം രാവിലെ അവൾ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങളിപ്പോൾ സംസാരിക്കാനും നടക്കാനും പഠിച്ചല്ലോ. അതുകൊണ്ട് ഇര തേടി പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വാതിലടക്കണം. പിന്നെ എന്റെ ശബ്ദം കേട്ട് പുറത്തുള്ളത് ഞാനാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം നിങ്ങൾ വാതിൽ തുറക്കുക. അടുത്തുള്ള ഗുഹയിൽ ഒരു സിംഹമുണ്ട്. ചിലപ്പോൾ അവൻ നിങ്ങളെ പിടിച്ചേക്കാം. പക്ഷെ അമ്മേ, വാതിൽക്കൽ നിങ്ങളാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? ശരി, അതിനായി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആ വഴി ഒരു കഴുതപ്പുലി കടന്നു പോകുന്നുണ്ടായിരുന്നു. അല്ല, ഇതെന്താ അമ്മമാന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ എന്ത് ശബ്ദമാണ്? മക്കളെ, ഞാൻ വാതിലിന് പുറത്തു വരുമ്പോൾ ആദ്യം 3 തവണ വാതിലിൽ മുട്ടും. അതിനുശേഷം ഇങ്ങനെ പറയും, എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. ശരി അമ്മേ, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. ഓഹോ, അപ്പൊ ഇതാണ് വാതിൽ തുറക്കാനുള്ള രഹസ്യവാക്ക്. അമ്മമാൻ പോയി. കുഞ്ഞുങ്ങൾ ഉള്ളിൽ നിന്ന് വാതിലടച്ചു. കഴുതപ്പുലി പുറത്തുനിന്ന് അമ്മമാൻ പോകുന്നത് നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൾ ദൂരേക്ക് പോയി മറഞ്ഞപ്പോൾ അവൻ വില്ലനെ പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി കാണാൻ രസം. ഇനി ഈ 7 കുഞ്ഞുങ്ങളെയും ഞാൻ തന്നെ തിന്നും. കഴുതപ്പുലി വീടിന്റെ വാതിൽക്കൽ ചെന്ന് പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അടിപൊളി, അമ്മ വന്നല്ലോ. എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷിച്ചു. എന്നാൽ അതിലൊരാൾ പറഞ്ഞു, അമ്മ പോയിട്ട് കുറച്ച് മിനിറ്റുകളെ ആയിട്ടുള്ളൂ. ഇത്ര വേഗം എങ്ങനെ വരാനാണ്? ഇതു കേട്ട് കഴുതപ്പുലി പതുക്കെ പറഞ്ഞു, അയ്യോ, ഈ പിള്ളേര് വലിയ വിരുദ്ധന്മാരാണല്ലോ. ശരി, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. കഴുതപ്പുലി കുറച്ചുനേരം നടന്നു. വീണ്ടും വാതിൽക്കൽ എത്തി. അവൻ 3 തവണ വാതിലിൽ മുട്ടി. എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അടുത്ത ഗുഹയിൽ ഉറങ്ങുകയായിരുന്ന ഷേർഖാൻ കണ്ണു തുറക്കാതെ പറഞ്ഞു, ഏത് അഹങ്കാരിയാണ് ഈ സംസാരിക്കുന്നത്? ഇതും പറഞ്ഞ് അവൾ അപ്പുറത്തേക്ക് തിരിഞ്ഞുകിടന്നു. ഈ വശത്ത് മക്കൾ ആ ശബ്ദം കേട്ട് വാതിലിലേക്ക് നോക്കി. ഇത്തവണ ഇത് ഉറപ്പായും അമ്മ തന്നെയാണ്. അമ്മ പോയിട്ട് കുറേ നേരമായല്ലോ. അല്ല, ഈ ശബ്ദം പൊട്ടിയ മുള പോലെയാണ്. എന്റെ ചെവികൾക്ക് നല്ല വശമുണ്ട്. ഈ ശബ്ദം അമ്മയുടേതല്ല. എന്റെ അമ്മോ, ഈ പിള്ളേര് ഭയങ്കര ബുദ്ധിമാന്മാരാണ്. കഴുതപ്പുലി അവിടെ നിന്ന് നടന്ന് ഒരു കുയിലിന്റെ അടുത്തെത്തി. കുയിൽ പെങ്ങളെ, നീ വളരെ നന്നായി പാട്ട് പാടാറുണ്ടല്ലോ. നന്ദി കഴുതപ്പുലി. നിനക്ക് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ കഴിയുമോ? നിനക്ക് വേണ്ടി ഏതു പാട്ട്? പാട്ട് ഇതാണ്, എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അല്ല, ഇതെന്ത് തരം പാട്ടാണ്? എനിക്ക് വേണ്ടി നീ ഈ പാട്ട് പാടണം. ഞാൻ പറയുന്നിടത്ത് ചെന്ന് പാടണം. നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്കൊരു പീച്ച് പഴം കൊണ്ടുവന്നു തരാം. പീച്ച് പഴം എനിക്ക് ഇഷ്ടമുള്ളതാണ്. ശരി, നീ പറയുന്നിടത്ത് വന്ന് ഞാൻ പാടിക്കൊടി കൊടുത്താം. വരൂ, എന്റെ കൂടെ പോരാം. ഇതു കേട്ട കുയിൽ കഴുതപ്പുലിയുടെ കൂടെ പോയി. അവൻ വീണ്ടും വാതിൽക്കലെത്തി കുയിലിനോട് മെല്ലെ പറഞ്ഞു, കുയിലേ, തുടങ്ങിക്കോ, ആ പാട്ട് പാടൂ. കുയിൽ പാടാൻ തുടങ്ങി. എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അടിപൊളി, ഇതിപ്പോ അമ്മയുടെ ശബ്ദം തന്നെയാണ്. വരൂ, വേഗം വാതിൽ തുറക്കാം. ഇതു പറഞ്ഞ് ചെറിയ കുട്ടി വാതിലിനടുത്തേക്ക് പോയി. പക്ഷെ തുറക്കുന്നതിനു മുൻപ് വാതിലിനടിയിലൂടെ കഴുതപ്പുലിയുടെ കാലുകൾ അവൻ കണ്ടു. അരെ, ഹേയ്, നീ അമ്മയല്ല, നീ വേറെ ആരോ ആണ്. അല്ല മക്കളെ, ഞാൻ നിങ്ങളുടെ അമ്മ തന്നെയാണ്. വാതിൽ തുറക്കൂ. ശബ്ദം അമ്മയുടേത് പോലെയാണ്, പക്ഷെ നിന്റെ കാലുകൾ തീരെ അങ്ങനെയല്ല. ഇത് വളരെ വൃത്തികെട്ട കാലുകളാണ്. ഇത് പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ചിരിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു, ഈ പിള്ളേർക്ക് നല്ല ബുദ്ധിയാണ്.
കഴുതപ്പുലി ഇപ്പോൾ കുയിലിനെയും കൂട്ടി അവിടെ നിന്ന് പോയി. അമ്മമാനിനെ പോലെ കാലുകളുള്ള ഏതു മൃഗമാണുള്ളത്? അവൻ ചിന്തയിലാണ്ടുപോയി. അപ്പോഴാണ് അവനൊരു സീബ്രയെ കണ്ടത്. അതെ, ഈ സീബ്രയുടെ കാലുകൾക്ക് നല്ല മെലിയുണ്ട്, അമ്മമാന്റെ കാലുകൾ പോലെ. അവൻ സീബ്രയെ വിളിച്ചു. സീബ്ര, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ആ പറയൂ കഴുതപ്പുലി. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കാലുകൾ ഞാൻ തിന്നു. അയ്യോ വേണ്ട വേണ്ട, പറയൂ എന്താ കാര്യം, ഞാൻ തീർച്ചയായും ചെയ്യാം. നീ എൻ്റെ കൂടെ വരിക, പിന്നെ മിണ്ടാതിരിക്കുക. ഇപ്പോൾ കഴുതപ്പുലി കുയിലിനെയും സീബ്രയെയും കൂട്ടി വീണ്ടും അമ്മമാന്റെ വാതിൽക്കലെത്തി. ഇപ്പോൾ വാതിലിനു മുന്നിൽ സീബ്ര നിന്നു. കുയിൽ പറന്നു നിന്നു. കഴുതപ്പുലി മശത്തും. കുയിലേ, തുടങ്ങിക്കോളൂ. എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ. നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കുട്ടി പറഞ്ഞു. ഈ ശബ്ദം നമ്മുടെ അമ്മയുടേത് തന്നെയാണ്. പിന്നെ രണ്ടാമൻ വാതിലിന്റെ അടിയിലൂടെ നോക്കി. പിന്നെ അതെ, ഈ കാലുകളും അമ്മയുടേതുപോലെ തന്നെയുണ്ട്. എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ. നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. ഈ ഒച്ച വീണ്ടും കേട്ടപ്പോൾ അടുത്ത ഗുഹയിൽ ഉറങ്ങുകയായിരുന്ന ഷേർഖാൻ ഉണർന്നു. ആരാണിത്? ഇത്രയും നേരായി ശബ്ദമുണ്ടാക്കുന്നു. എന്റെ ഉറക്കം കെടുത്തി. ഷേർഖാൻ നോക്കിയപ്പോൾ മാൻ അമ്മയുടെ വാതിൽക്കൽ സീബ്രയും കുയിലും കുഴിനരിയും നിൽക്കുന്നു. അപ്പൊ ഇവരാണല്ല ഇത്രയും നേരം എന്റെ ഉറക്കം കെടുത്തിയത്. അപ്പോൾ കുട്ടികൾ വാതിൽ തുറന്നു. മുന്നിൽ കഴുതപ്പുലിയെയും കുയിലിനെയും സീബ്രയെയും അവർ കണ്ടു. അല്ല, ഇവരാരൊക്കെയാണ്? വലിയ ബുദ്ധിമാന്മാരാകാൻ നോക്കിയതല്ലേ, ഇനി നോക്കിക്കോ, നിങ്ങളെയെല്ലാം ഞാൻ എങ്ങനെ എൻ്റെ ഇരയാക്കുമെന്ന്. മറുവശത്തു നിന്ന് ഷേർഖാൻ ഇവർക്ക് നേരെ ഓടി വരുന്നുണ്ടായിരുന്നു. കഴുതപ്പുലി അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ സീബ്രയും കുയിലും അവനെ കണ്ടയുടനെ അവിടെ നിന്ന് മുങ്ങി. ഇനി നോക്കിക്കോ, ഓരോരുത്തരെയായി ഞാൻ തിന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും, എന്നെ വിടൂ, എന്നെ വിടൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. ഇതു കേട്ട് കുഞ്ഞുങ്ങളെല്ലാം ഭയന്നുപോയി. കഴുതപ്പുലി വീടിനു നേരെ നടന്നെടുത്തപ്പോൾ ഷേർഖാൻ അവനെ ചാടിപ്പിടിച്ചു. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്റെ ഉറക്കം കളഞ്ഞില്ലേ? എന്നെ വിടൂ, എന്നെ വിടൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാൻ എന്റെ ഇരയാക്കും. ഇതു പറഞ്ഞ് ഷേർഖാൻ കഴുതപ്പുലിയെ തന്റെ ഗുഹയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഉള്ളിൽ നിന്ന് കഴുതപ്പുലിയുടെ ഭയാനകമായ നിലവിളി ഗുഹയ്ക്ക് പുറത്ത് മുഴങ്ങിക്കേട്ടു. അപ്പോഴേക്കും അമ്മ മാൻ അവിടെ എത്തി. അല്ല മക്കളെ, നിങ്ങൾ എന്തിനാ വാതിൽ തുറന്നിരിക്കുന്നത്? അവളെ കണ്ടയുടനെ എല്ലാ കുഞ്ഞുങ്ങളും ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ! അല്ല മക്കളെ, എന്താ കാര്യമെന്ന് നിങ്ങൾ പറയണ്ടോ? അമ്മേ, കഴുതപ്പുലി ഞങ്ങളെ എല്ലാം പറ്റിച്ചു. അവൻ കുയിലിനെ വെച്ച് അമ്മയുടെ ശബ്ദമുണ്ടാക്കി, സീബ്രയുടെ കാലുകൾ കാണിച്ചു. അതുകൊണ്ട് പുറത്ത് അമ്മയാണെന്ന് ഞങ്ങൾ കരുതി. അതുകൊണ്ടാണ് ഞങ്ങൾ വാതിൽ തുറന്നത്. എന്റെ ഈശ്വര, അവൻ ഇപ്പോൾ എവിടെയാണ്? അവൻ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ. അല്ലമ്മേ, വാതിൽ തുറന്നപ്പോൾ സീബ്രയും കുയിലും ഓടിപ്പോയി. പക്ഷെ ഷേർഖാൻ അങ്കിൾ അവനെ പിടിച്ച് സ്വന്തം ഗുഹയിലേക്ക് കൊണ്ടുപോയി. എന്ത്? ഇത് കേട്ട് അമ്മമാനും എല്ലാ കുഞ്ഞുങ്ങളും ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. വരൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ മുന്തിരിയും പ്ലം പഴങ്ങളും കഴിക്കാം. അതെ അമ്മേ, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. എല്ലാവരും വീടിനുള്ളിൽ കയറി. കഴുതപ്പുലിയെക്കുറിച്ച് പറഞ്ഞ് ചിരിച്ചു മല്ലിച്ച് അവർ പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. ആരോ ശരിയായി പറഞ്ഞിട്ടുണ്ട്, വഞ്ചനയും ചതിയും ചെയ്യുന്നവർക്ക് ഒരിക്കലും നല്ലത് വരില്ല. ആരെയാലും പേരാലും പറഞ്ഞത് ശരിയാണ്. എന്റെ മുകളിൽ ഇത്രയും നല്ല പഴങ്ങൾ ഉണ്ടാകുന്നതിൽ ഞാൻ ഭാഗ്യവാനാണ്. പഴങ്ങൾ തീരുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നും. അതെ പപ്പായ, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഇതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു? ചിരിച്ചില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? നോക്കൂ,
ആരെങ്കിലും ഇത്ര വലിയ വർത്തമാനം പറയുമോ? കഴിക്കുന്നതിന് മുൻപേ തീർന്നു പോകുന്ന അത്രയും ചെറിയ പഴങ്ങളാണ് നിനക്കുള്ളത്. നോക്കൂ പപ്പായ, നീ ഇങ്ങനെ ഞാവലിൻ്റെ മനം നോവിക്കരുത്. ഞാവൽ പഴം ചെറുതായിരിക്കാം, പക്ഷേ രുചിയിലും ഗുണത്തിലും ഞാവൽ ഒട്ടും പിന്നിലല്ല. അരയാലും പേരാലും നിങ്ങൾ രണ്ടാളും മിണ്ടാതിരിക്കൂ. ഇതുവരെ ആർക്കെങ്കിലും ഒരു പഴം കൊടുത്ത് വിശപ്പടക്കിയിട്ടുണ്ടോ നിങ്ങൾ? വലിയ ഉപദേശങ്ങൾ തരുന്നു. നിങ്ങളെപ്പോലെ പഴങ്ങളില്ലാത്ത മരമാകുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഉണങ്ങി വീഴുന്നതാണ്. നിങ്ങൾ മരങ്ങളെന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യരല്ല. സുന്ദർപൂർ എന്നത് വളരെ നിബിഡവും മനോഹരവുമായ ഒരു വനമായിരുന്നു. അവിടെ പക്ഷിമൃഗാദികൾ മാത്രമല്ല, മരങ്ങളും ചെടികളും പോലും ഒത്തൊരുമയോടെയാണ് കഴിഞ്ഞിരുന്നത്. മാവ്, പേരയ്ക്കമരം, പപ്പായ, ഞാവൽ, അരയാൽ, പേരാൽ തുടങ്ങിയ ഒട്ടനവധി മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പപ്പായ മരം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. ഈ വനത്തിൽ എന്നെപ്പോലെയുള്ള ഒരു ദുർബലമായ മരത്തിന് സ്ഥാനമില്ല. ഒറ്റയ്ക്ക് കാലം കഴിക്കാൻ ഞാൻ എത്ര ഭാഗ്യദോഷിയാണ്. പപ്പായ മരം അപകർഷതാബോധം നിറഞ്ഞവനായിരുന്നു. ഒരു വശത്ത് മാവ്, ഞാവൽ, പേരയ്ക്കമരങ്ങൾ തഴച്ചു വളർന്ന് പക്ഷികളുടെ മേളമായി മാറുമ്പോൾ മറുവശത്ത് പപ്പായ മരം മെലിഞ്ഞുണങ്ങി നിൽക്കുകയായിരുന്നു. അതിൽ ഇലകൾ കുറവായിരുന്നു. കുറേ കാലമായി പഴങ്ങളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ഷികളൊന്നും അതിൻ്റെ അടുത്തേക്ക് വരാറില്ലായിരുന്നു. അരെ വാ, ഈ പക്ഷി എത്ര മനോഹരമാണ്! കാണാൻ ഈ വനത്തിലുള്ളവളെ പോലെയല്ല. ഇവളെ വിളിച്ച് എൻ്റെ മരത്തിൽ കൂടുണ്ടാക്കാൻ പറയാം. ഇവളുമായി സൗഹൃദത്തിലായാൽ എൻ്റെ ഒറ്റപ്പെടൽ മാറും. റിംജിം പക്ഷി, നിന്റെ ചിറകുകളുടെ നിറം വളരെ മനോഹരമാണ്. നീ മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നീ നിന്റെ കൂടും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടാക്കണം. അരെ പപ്പായ, എനിക്ക് മറ്റു പക്ഷികളിൽ നിന്നും മാറി കഴിയാൻ ആഗ്രഹമില്ല. എല്ലാവരുമായി ഒത്തുചേർന്ന് കഴിയാനാണ് എനിക്കിഷ്ടം. ഞാവൽ മരത്തിൽ കൂടുണ്ടാക്കാനാണ് ഞാൻ ദൂരെ വനത്തിൽ നിന്നും പറന്നു വന്നത്. പക്ഷെ നോക്കൂ, മാവിലും ഞാവലിലും അരയാലിലും എത്ര തിരക്കാണ്. നിന്റെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മുകളിൽ ഒരു പക്ഷിയുടെ പോലും വീട്ടില്ല. നിനക്കിവിടെ സുഖമായി താമസിക്കാം. പിന്നെ എന്നെപ്പോലെ ഒരു നല്ല സുഹൃത്തിനെയും കിട്ടില്ലേ? എന്നെ ക്ഷമിക്കൂ പപ്പായ, നിന്റെ ഇലകൾക്ക് തണലില്ല, മരത്തിൽ പഴവുമില്ല. എനിക്കിവിടെ കൂടുണ്ടാക്കാൻ കഴിയില്ല. പപ്പായ മരം റിംജിം എന്ന പക്ഷിയെ വിളിക്കുന്നു. റിംജിം പക്ഷിയുടെ മറുപടി കേട്ട് പപ്പായ മരം നിരാശനായി കരയാൻ തുടങ്ങി. പപ്പായ സങ്കടപ്പെടുന്നത് കണ്ട് മാവ് അവനെ വിളിച്ചു. മാവ് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പപ്പായ, എന്തിനാണ് നീ സങ്കടപ്പെടുന്നത്? നിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നിടത്തോളം കാലം നിനക്ക് സന്തോഷിക്കാൻ കഴിയില്ല. നീ പപ്പായ മരമാണെന്ന് അംഗീകരിക്കൂ, മാവല്ല. അതുകൊണ്ട് മാവിനെപ്പോലെ ഉയരവും തണലുമുള്ളതാകാൻ നിനക്ക് കഴിയില്ല. നീ എന്നെ പരിഹസിക്കുകയാണോ? എന്നെ താഴ്ത്തിക്കെട്ടാനാണ് നീ ഇതെല്ലാം പറയുന്നത്? നോക്കൂ പപ്പായ, ശരിയായ സമയം വന്നിട്ടില്ല. സമയം വരുമ്പോൾ നിന്റെ മരത്തിലും വലിയ മധുരമുള്ള പപ്പായകളുണ്ടാകും. പഴം കഴിക്കാൻ വനത്തിലെ എല്ലാ പക്ഷികളും നിന്റെ അടുത്തും വരും. നിന്നോട് സൗഹൃദം കൂടും. അല്പം കാത്തിരിക്കൂ. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം പപ്പായ മരത്തിൽ നിറയെ പഴങ്ങളുണ്ടായി. സ്വന്തം പഴങ്ങൾ കണ്ട പപ്പായ മരത്തിന് സന്തോഷം അടക്കാനായില്ല. ഒപ്പം അവൻ അഹങ്കാരിയാവുകയും ചെയ്തു. ഒരു ദിവസം, അരെ പേരാൽ മുത്തശ്ശ, മഴ തുടങ്ങി. അതോടൊപ്പം എൻ്റെ പഴങ്ങളെല്ലാം തീർന്നു. പഴങ്ങൾ പോയതോടെ എനിക്ക് നല്ല ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നു. അരെ മാവു മരമേ, എന്തിനാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ മുകളിൽ ഇത്രയും രുചിയുള്ള പഴങ്ങളുണ്ടാകുന്നത് നിന്റെ ഭാഗ്യമാണ്. അതിൻ്റെ കൊതിയിലാണ് പക്ഷിമൃഗാദികൾ നിന്റെ അടുത്തേക്ക് വരുന്നത്. പഴങ്ങളില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് എന്നോട് ചോദിക്കൂ. പേരാൽ മുത്തശ്ശൻ പറയുന്നത് ശരിയാണ്. വനത്തിലെ പക്ഷിമൃഗാദികളുടെ വിശപ്പടക്കാൻ എനിക്കൊന്നും നൽകാൻ കഴിയില്ല എന്നതിൽ എനിക്കെന്നും സങ്കടമുണ്ടാകും. നിന്റെ മുകളിൽ ഓരോ വർഷവും വിശപ്പടക്കുന്ന എത്രയോ പഴങ്ങൾ ഉണ്ടാകുന്നു. നീ സന്തോഷിക്കുകയാണ് വേണ്ടത്. അരയാലും പേരാലും പറഞ്ഞത് ശരിയാണ്.
എന്റെ മുകളിൽ ഇത്രയും നല്ല പഴങ്ങൾ ഉണ്ടാകുന്നതിൽ ഞാൻ ഭാഗ്യവാനാണ്. പഴങ്ങൾ തീരുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നും. ഞാവലിന്റെ വാക്കുകേട്ട് അടുത്തു തന്നെ അഹങ്കാരത്തോടെ നിന്നിരുന്ന പപ്പായ മരം ഉറക്കെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. അതെ പപ്പായ, നീ എന്തിനാണ് ചിരിക്കുന്നത്? ഇതിൽ ചിരിക്കാൻ എന്തിരിക്കുന്നു? ചിരിച്ചില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും? നോക്കൂ, ആരെങ്കിലും ഇത്ര വലിയ വർത്തമാനം പറയുമോ? കഴിക്കുന്നതിന് മുൻപേ തീർന്നു പോകുന്ന അത്രയും ചെറിയ പഴങ്ങളാണ് നിനക്കുള്ളത്. നോക്കൂ പപ്പായ, നീ ഇങ്ങനെ ഞാവലിൻ്റെ മനം നോവിക്കരുത്. ഞാവൽ പഴം ചെറുതായിരിക്കാം, പക്ഷേ രുചിയിലും ഗുണത്തിലും ഞാവൽ ഒട്ടും പിന്നിലല്ല. അരയാലും പേരാലും നിങ്ങൾ രണ്ടാളും മിണ്ടാതിരിക്കൂ. ഇതുവരെ ആർക്കെങ്കിലും ഒരു പഴം കൊടുത്ത് വിശപ്പടക്കിയിട്ടുണ്ടോ നിങ്ങൾ? വലിയ ഉപദേശങ്ങൾ തരുന്നു. നിങ്ങളെപ്പോലെ പഴങ്ങളില്ലാത്ത മരമാകുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഉണങ്ങി വീഴുന്നതാണ്. നിങ്ങൾ മരങ്ങളെന്ന് വിളിക്കപ്പെടാൻ പോലും യോഗ്യരല്ല. പപ്പായ, നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അരയാലിനും പേരാലിനും പഴങ്ങളില്ലായിരിക്കാം, പക്ഷേ അവരുടെ വലിയ കൊമ്പുകളിൽ എത്ര പക്ഷികൾ താമസിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? അവരുടെ തണുത്ത തണൽ പക്ഷികൾക്ക് എത്ര ആശ്വാസമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എല്ലാ പക്ഷികളും പേരാലിന്റെയും അരയാലിന്റെയും പക്ഷം പിടിക്കുന്നത് കണ്ട് പപ്പായ മരത്തിന് ദേഷ്യം വന്നു. ശരി ശരി, പോകൂ. നിങ്ങളെല്ലാവരും ഒരേ കൂട്ടരാണ്. എന്തായാലും നിങ്ങളാരും എൻ്റെ കൂടെ എത്തുകയില്ല. എവിടെ എൻ്റെ വലിയ രസകരമായ പഴങ്ങൾ? എവിടെ നിങ്ങളുടെ ചെറിയ പഴങ്ങൾ? ചെറിയ ആളുകൾ ചെറിയ വർത്തമാനമേ പറയൂ. എനിക്ക് നിങ്ങളുമായി ഒരു താരതമ്യവുമില്ല. പപ്പായ, നീ അഹങ്കാരിയായി മാറി. അഹങ്കാരം കൊണ്ട് നീ എല്ലാവരെയും വേദനിപ്പിക്കുന്നു. എൻ്റെ കയ്യിൽ അഹങ്കരിക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ പിന്നെ ഞാൻ അഹങ്കരിക്കുക തന്നെ ചെയ്യും. ഗുണമുള്ളവരൊക്കെ അങ്ങ് അഹങ്കരിച്ചോട്ടെ. വെറുതെ തർക്കിച്ച് എൻ്റെ മൂഡ് മൊത്തം കളഞ്ഞു. ഇത്രയും നല്ല തണുത്ത കാറ്റല്ലേ വീശുന്നത്. ഞാൻ എന്തായാലും സുഖമായിട്ട് ഈ കാറ്റും ആസ്വദിച്ചിരിക്കാൻ പോകുക. മാവുദാദ, പപ്പായെ വിട്ടേക്ക്. എന്റെ കാര്യം കേൾക്കൂ. മഴക്കാലം തുടങ്ങി. നിങ്ങളുടെ പഴങ്ങൾ തീർന്നു. ഇനി ഞങ്ങൾ എങ്ങനെ വിശപ്പടക്കും? നിങ്ങളുടെ മാങ്ങയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങൾ ഇവിടെ കൂടുണ്ടാക്കിയത്. ചുക് ചുക്, നീ എന്തിനു വിഷമിക്കുന്നു? മാങ്ങ തീർന്നാൽ എന്താ? എന്നെ നോക്കൂ, മഴ വന്നതോടെ എന്റെ മുകളിൽ നിറയെ പഴങ്ങൾ വന്നു. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ പഴങ്ങൾ കഴിച്ച് വിശപ്പടക്കാം. പാവൻ ടുക്ടുക്കിന്റെ എന്ത് തെറ്റാ ഇതിലുള്ളത്? ഇത്രയും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു പപ്പായ മരം മുന്നിലുള്ളപ്പോൾ അതിലാണെങ്കിൽ ഇത്ര വലിയ വലിയ പപ്പായകളുമുണ്ടെങ്കിൽ ആ പപ്പായകളുടെ മുന്നിൽ നിന്റെ ഈ കുഞ്ഞൻ പേരയ്ക്കകൾ ആര് ശ്രദ്ധിക്കാനാണ്? നീ അവരെ വിട്ടേക്ക്. നീ എൻ്റെ അടുത്തേക്ക് വരൂ. എന്നിട്ട് സുഖമായി എൻ്റെ പപ്പായകൾ കഴിച്ച് നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും വിശപ്പടക്കൂ. നിന്റെ എല്ലാ സംസാരവും ഞാൻ കേട്ട് പപ്പായ. മാവുദാദയോടും പേരാൽ മുത്തച്ഛനോടും നീ സംസാരിച്ച രീതി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിന്റെ പപ്പായ എനിക്ക് വേണ്ട. ഞാൻ വേറെ എവിടെയെങ്കിലും ആഹാരം കണ്ടെത്തിക്കോളാം. അരെ പോ പോ. നിനക്ക് നിന്റെ മാവു ദാദയോട് വലിയ അഹങ്കാരമല്ലേ? ഈ മാവിലും പേരാലിലും ഞാവലിലും ഒരു പഴം പോലും ബാക്കിയില്ല. ഈ മരങ്ങളെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ എങ്ങനെ വിശപ്പടക്കുമെന്ന് ഞാനും കാണട്ടെ. പപ്പായ മരം അഭിമാനത്തോടെ നിവർന്നു നിന്നു. കുറച്ചു മുൻപ് വരെ പക്ഷികളെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പപ്പായ പഴങ്ങളുണ്ടായതോടെ വനത്തിലെ മരങ്ങളോടോ പക്ഷികളോടോ നേര് ചൊവ്വെ സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത വിധം അഹങ്കാരിയായി മാറി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിർത്താതെ മഴ പെയ്യുന്നു. എനിക്ക് ഇര തേടി എവിടെയും പോകാൻ കഴിയുന്നില്ല. പേരയ്ക്കകളും തീരാറായി. മഴ നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയില്ല. അരെ ടുക് ടുക്, നീ എന്താണ് ഇത്ര വിഷമിച്ചിരിക്കുന്നത്? നീ ആഹാരം കഴിച്ചോ ഇല്ലയോ? ദാദ്, ഞാനും കഴിച്ചിട്ടില്ല. 2 ദിവസമായി എൻ്റെ കുട്ടികളും ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവർക്കും വിശക്കുന്നു. പക്ഷേ ഈ കനത്ത മഴയിൽ എവിടെ നിന്ന് ആഹാരം കിട്ടും? ടുക് ടുക്, നീ എന്തിനു വിഷമിക്കുന്നു? പപ്പായ മരത്തിൽ എത്ര വലിയ പഴങ്ങളാണ് തൂങ്ങിക്കിടക്കുന്നത്. ഒരു മരത്തിനും സ്വന്തം പഴം തിന്നാൻ കഴിയില്ല. ഇത് നിങ്ങൾക്കുള്ളതാണ്. നീ പോയി പപ്പായോട് ഒരെണ്ണം ചോദിക്കൂ. മാവുദാദ പറയുന്നത് ശരിയാണ്. പഴയ കാര്യങ്ങൾ മറന്ന്
പപ്പായയുടെ അടുത്ത് പോയി ഒരു പഴം ചോദിക്കൂ. എന്റെ കൂട്ടിൽ ഇനി 2 ദിവസത്തെ ആഹാരമേയുള്ളൂ. മഴ നിന്നില്ലെങ്കിൽ എനിക്കും പപ്പായയോട് ചോദിക്കുകയല്ലാതെ വേറെ വഴിയുണ്ടാകില്ല. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ടുക്ടുക് അണ്ണാൻ പപ്പായ മരത്തിന്റെ അടുത്തേക്ക് പോയി. കേൾക്കൂ സഹോദര, നിന്റെ മരം നിറയെ പഴുത്ത പപ്പായകളുണ്ടല്ലോ. നീ എനിക്കൊരു പഴം തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ടുക്ടുക്കിന്റെ വാക്ക് കേട്ട് പപ്പായ ഉറക്കെ ചിരിച്ചു. അന്ന് നീ വലിയ വർത്തമാനം പറയുകയായിരുന്നു, നിനക്കെന്നെ ഒരിക്കലും ആവശ്യമുണ്ടാക്കില്ലെന്ന്. ഇപ്പോൾ എൻ്റെ പഴം ചോദിച്ചു വന്നിരിക്കുന്നു. ഇല്ല, ഞാൻ നിനക്ക് പപ്പായ തരില്ല. നിന്റെ മാവു ദാദയോട് എവിടെ നിന്നെങ്കിലും മാങ്ങ കൊണ്ടുവന്ന് വിശപ്പടക്കാൻ പറയൂ. പപ്പായയുടെ കൈപ്പേറിയ വാക്കുകൾ കേട്ട് ടുക്ടുക് കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു. നടന്ന കാര്യങ്ങൾ മറ്റു പക്ഷികളോട് പറഞ്ഞു. ഇത് പപ്പായ പറഞ്ഞത് വളരെ തെറ്റായ കാര്യമാണ്. അവൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതെ, ആപത്ത് കാലത്ത് നമ്മളെല്ലാവരും പരസ്പരം സഹായിക്കണം. പപ്പായ ചെയ്യുന്നത് തെറ്റാണ്. നമ്മളും പ്രതിജ്ഞ ചെയ്യുന്നു, എന്തു തന്നെ വന്നാലും ആരും പപ്പായയുടെ പഴം കഴിക്കില്ല. അവന്റെ അഹങ്കാരം എത്ര കാലം നിൽക്കുമെന്ന് കാണട്ടെ. എന്തു തന്നെ വന്നാലും പപ്പായയുടെ പഴം തിന്നില്ലെന്ന് എല്ലാ പക്ഷികളും തീരുമാനിച്ചു. അടുത്ത 3 ദിവസം തുടർച്ചയായി കനത്ത മഴ പെയ്തു. ഭാരമേറിയ പഴങ്ങൾ കാരണം പപ്പായ മരം ഒരു വശത്തേക്ക് ചരിഞ്ഞു. കേക്കു പേരാൽ മുത്തശ്ശ, നിന്റെ മുകളിൽ എത്രയോ പക്ഷികൾ താമസിക്കുന്നുണ്ടല്ലോ. അവരോട് പറഞ്ഞ് എൻ്റെ പഴങ്ങൾ പറിച്ചു മാറ്റൂ, എങ്കിൽ എൻ്റെ ഭാരം കുറയും. ഭാരം കാരണം ഞാൻ ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി. എനിക്കിത് താങ്ങാൻ വയ്യ. എൻ്റെ വേരുകളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. എനിക്കിനി അധിക നേരം നിൽക്കാൻ കഴിയില്ല. ക്ഷമിക്കണം പപ്പായ. വനത്തിലെ ഒരു പക്ഷിയും നിന്റെ മരത്തിലെ പഴം തിന്നാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം ദുഷ്കർമ്മങ്ങളുടെ ഫലം എല്ലാവരും അനുഭവിക്കണം. നിനക്കിപ്പോൾ സംഭവിക്കുന്നത് നിന്റെ തന്നെ പ്രവൃത്തികളുടെ ഫലമാണ്. പപ്പായയെ സഹായിക്കാൻ ഒരു പക്ഷിയും വന്നില്ല. സ്വന്തം പഴങ്ങളുടെ ഭാരം താങ്ങാനാതെ കുറച്ചു സമയത്തിനുള്ളിൽ പപ്പായ മരം മണ്ണിലേക്ക് മറിഞ്ഞു വീണു. കണ്ടോ സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് പറയുന്നത് അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കുമെന്ന്. ഏത് പഴങ്ങളെക്കുറിച്ചാണോ പപ്പായ അഹങ്കരിച്ചത്, ഇന്ന് ആ പഴങ്ങളുടെ ഭാരം കൊണ്ട് തന്നെ അവൻ മണ്ണിൽ ചേർന്നു. വനത്തിലെ എല്ലാ പക്ഷികൾക്കും ഇന്നൊരു വലിയ പാഠം ലഭിച്ചു. അഹങ്കാരം ആരെയും നശിപ്പിക്കാം. അതുകൊണ്ട് എല്ലാവരുമായി ഒത്തൊരുമിച്ച് ജീവിക്കണം.